Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to Midnight's എത്ര കിട്ടിയാലും പഠിക്കില്ല, എത്ര കിട്ടിയാലും കണ്ടാലും സ്വന്തം അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ പറ്റും, അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ് രേണു സുധി. ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ പറ്റും, അഹങ്കാരം തന്നെയാണ് അവരുടെ തലയ്ക്ക് പിടിച്ച് നടക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് രേണു സുധിയും സജീന എന്ന് പറയുന്ന രേണു സുധിന്റെ ഫ്രണ്ടും കൂടി ഒരു ലൈവിലിരുന്ന് ആ ഒരു രേണു സുധിക്ക് ഫ്രീ ആയിട്ട് 10 സെന്റ് സ്ഥലം കൊടുത്ത ബിഷപ്പിനെ വിഷപ്പാമ്പ്, ബിഷപ്പല്ല വിഷപ്പാമ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആർത്ത് അട്ടഹസിച്ചിരിക്കുന്നത് ലൈവിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ്. മിക്ക യൂട്യൂബേഴ്സും ഇതെടുത്ത് വീഡിയോ ചെയ്തതുമാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്തതുമാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സാധനം വെറുതെ കൊടുക്കുവോ? ചുമ്മാ കൊടുക്കുവോ? ഒരു കാര്യം കൊടുക്കില്ല, ഒരു സാധനം ഒരാളും കൊടുക്കില്ല. എങ്കിൽ കൂടി ഈ ഒരു ബിഷപ്പ് തങ്ങളുടെ അവസ്ഥ കണ്ടിട്ട്, അതായത് ഈ ഒരു രേണു സുധിയും 2 മക്കളുടെയും അവസ്ഥ കണ്ടിട്ട് 10 സെന്റ് സ്ഥലമാണ് സ്വന്തം വീട് വെക്കാനായിട്ട് ഇവർക്ക് കൊടുത്തത്. 2 സെന്റ് ഒന്നുമല്ല, 2 സെന്റ് ആണെങ്കിൽ പോട്ടെ എന്ന് പറയാം. 10 സെന്റ് സ്ഥലമാണ് രേണു സുധിക്ക് ഈ ഒരു ബിഷപ്പ് എഴുതി കൊടുത്തത്. രേണു സുധിയുടെ മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് 10 സെന്റ് സ്ഥലമാണ്. ആ ഒരു മനുഷ്യനെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത്രയും അധികം അപമാനിച്ചു വിട്ടത്. അതായത് ബിഷപ്പല്ല, അയാളൊരു വിഷപ്പാമ്പാണ് എന്ന് പറഞ്ഞിട്ട് ഇതിലും കൂടുതൽ അപമാനം ആ ഒരു വ്യക്തിക്ക് കിട്ടാനുണ്ടോ? ആ ഒരു വ്യക്തിക്ക് ഇതിലും കൂടുതൽ എന്ത് അപമാനം കിട്ടാനാണ്? എന്തായാലും ഇപ്പം ബിഷപ്പ് രംഗത്ത് വന്നിട്ടുണ്ട്, രേണു സുധിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. തന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു, തനിക്ക് നേരിടേണ്ടി വരുന്നത് ഒരുപാട് സൈബർ അറ്റാക്ക് ആണെന്ന് പറഞ്ഞിട്ട് റീസെന്റ് ആയിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ സൈബർ ആക്രമണം നടത്തി ഈ നാട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സ് മടുപ്പിച്ച് അവരെ പിന്മാറ്റുന്ന ഒരുപാട് പുഴുക്കുത്തുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സഹായവും ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില ആളുകളാണ് ഈ സ്വതന്ത്രന്മാർ എന്ന പരിവേഷമണിഞ്ഞ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇവരെ കൊണ്ടൊക്കെ ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പോലും നമ്മൾ ആലോചിച്ചു പോകും. ഏറ്റവും അവസാനം സമൂഹ മാധ്യമങ്ങളിൽ കൂടെ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു ആംഗ്ലിക്കൻ ബിഷപ്പ് ഇപ്പോൾ പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യണം. ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് തന്നെ സഹായിച്ചവര്, അതായത് ഒരു പെർട്ടിക്കുലർ അവസ്ഥയിലായിരുന്ന തന്നെ സഹായിച്ച എല്ലാവരെയും ഈ ഒരു രേണു സുധി വെറുപ്പിക്കുകയാണ് ചെയ്തത്. വെറുപ്പിക്കുക എന്ന് മാത്രമല്ല, അവരെ അങ്ങേയറ്റം നാണം കെടുത്തി വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലം കൊടുത്ത ആള്, വീട് വെച്ച് കൊടുത്ത ആൾക്കാരെ എല്ലാവരെയും, ഇവരുടെ പേഴ്സണൽ കെയറിന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആൾക്കാരെ എല്ലാവരെയും ഈ ഒരു രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അപമാനിച്ചു വിട്ടിരിക്കുകയാണ്, നാണം കെടുത്തി വിട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ പോലും, ഇതൊക്കെ മനുഷ്യനാണോ? ഒരു മനുഷ്യൻ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അതായത് ആരെയൊക്കെ നമ്മൾ വിമർശിച്ചാലും തങ്ങൾക്കൊരു സഹായം അല്ലെങ്കിൽ ആപത്ത് ഘട്ടത്തിൽ തങ്ങളുടെ കൂടെ നിന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലെങ്കിലും തള്ളിപ്പറയും? ഒരിക്കലും നമ്മൾ തള്ളിപ്പറയില്ല. മനുഷ്യത്വമുള്ള ഒരുത്തൻ പോലും തള്ളിപ്പറയില്ല. പക്ഷേ ഈ ഒരു സ്ത്രീയുടെ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു സ്ത്രീയാണെന്ന് നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റും. കാരണം അതുപോലുള്ള പ്രവൃത്തിയാണ് ഈ ഒരു രേണു സുധിന്റെയും ഫ്രണ്ടിന്റെയും വായിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പം ഫ്രണ്ടാണ് ഇത് പറഞ്ഞെങ്കിൽ പോലും രേണു സുധിക്ക് അവിടെ വിലക്കാമായിരുന്നു. അങ്ങനെയൊന്നും പറയരുത്. കാരണം അദ്ദേഹം എന്റെ മക്കൾക്കും എനിക്കും വേണ്ടി ഇത്രയും സഹായം ചെയ്തിട്ടുള്ള ആളാണെന്ന് അവിടെ എടുത്ത് പറയാമായിരുന്നു. പക്ഷേ പറഞ്ഞില്ല. ആ ഒരു ഫ്രണ്ടിന്റെ കൂടെ അതിനനുസരിച്ച് താളം പിടിച്ച് ആർത്ത് അട്ടഹസിച്ചിരിക്കുകയാണ് ആ ലൈവിൽ നമ്മൾ കണ്ടത്. വിഷപ്പാമ്പാണെന്നാണ് ഉപമിച്ചിരിക്കുന്നത്. ബിഷപ്പല്ല, വിഷപ്പാമ്പാണ് എന്നാണ് ഉപമിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കണേ. ഇതിനൊക്കെ കർമ്മ തിരിച്ചു വരില്ലേ? ഉറപ്പായിട്ടും കിട്ടും. അതായത് നമ്മൾ നെഗറ്റീവ് കാര്യമാണോ ചെയ്യുന്നത്, ദൈവം പണ്ടൊക്കെ പിന്നെ എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഏറ്റവും അടുത്ത് തന്നെ രേണു സുധിക്ക് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചു കിട്ടും. ഉറപ്പാണത്. കാരണം അത്രയും ഓരോരോ മനുഷ്യനെ ഇവര് വേദനിപ്പിക്കുന്നുണ്ട്, മനസ്സ് വേദനിപ്പിക്കുന്നുണ്ട്.
ഓരോരോ സഹായങ്ങൾ ഓരോരോ മനുഷ്യർ ചെയ്യുന്നത് അവർക്ക് നമ്മളോടുള്ള സിമ്പതി കാരണം, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് അവർക്ക് മനസ്സലിവ് കാരണം. അതുകൊണ്ടൊക്കെയാണ് നമ്മളെ ഓരോരുത്തരും സഹായിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീക്ക്, 2 കുട്ടികളുള്ള സ്ത്രീക്ക് മുന്നോട്ട് പോകാനായിട്ട്, കയറിക്കിടക്കാനായിട്ട് സ്വന്തമായിട്ടൊരു വീടുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളുകളെല്ലാം ഒറ്റ മനസ്സായിട്ട്, സ്വമനസ്സായിട്ടുള്ള ആണുങ്ങളെല്ലാം ഒറ്റ മനസ്സായിട്ട് നിന്ന് ഒരാൾ ഭൂമി കൊടുക്കുന്നു, കുറച്ച് ആൾക്കാർ ചേർന്ന് വീട് വെച്ച് കൊടുക്കുന്നു, കുറച്ച് ആൾക്കാർ ചേർന്ന് അതിന് മതിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ സേഫ് ആയിട്ടുള്ള ഒരു കയറിക്കിടക്കാനുള്ള ഒരു ഇടം കൊടുത്ത ആൾക്കാരെയാണ് ഇന്ന് ഇങ്ങനെ തിരിഞ്ഞു കൊത്തിയിരിക്കുന്നത്. ഒരു വിഷപ്പാമ്പ് എന്ന് പറയുന്നത് ബിഷപ്പിനെ അല്ല പറയേണ്ടത്, രേണുസുധീനെയാണ് വിഷപ്പാമ്പ് എന്നിവിടെ പറയേണ്ടത്. കാരണം അവരാണ് ആ പണി ചെയ്തത്. പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തിക്കുക, പാല് കൊടുത്ത കൈക്ക് തന്നെ ഇവർ തിരിച്ചു കൊത്തുകയാണ് ചെയ്തത്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇവര് എന്ത് സ്വഭാവ ശൂന്യമായിട്ടുള്ള ഒരാളാണ്? ഒരു മനുഷ്യത്വമോ ഒരു നല്ല സ്വഭാവമോ ഒന്നും ഇവർക്കില്ല. ഇവരെന്താണ് ഇവിടെ പൊതുസമൂഹത്തിൽ വന്നിട്ടും വിളിച്ചു പറയുന്നത് ഇവർക്ക് പോലും ഒരു ബോധമില്ല. നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കി എന്നുള്ള സത്യം തന്നെയാണ് എന്ന് വെച്ചിട്ട് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ച് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ? മനുഷ്യനല്ലേ, ഒരു സ്ത്രീയല്ലേ, അതിൻ്റെ ഒരു മര്യാദയെങ്കിലും കാണിച്ചൂടെ? സ്ത്രീ വർഗത്തിന് തന്നെ അപമാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തി. അതുപോലെയാണ് ഇപ്പോൾ ഓരോരോ പ്രവർത്തികൾ ചെയ്യുന്നത്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സഹായിച്ച എല്ലാവരും തള്ളി പറഞ്ഞ വ്യക്തി ഇങ്ങനെയൊരു സാധനത്തിന് ഭൂമിയിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇത്രയും തൊലിക്കട്ടിയുള്ള ഒരു സാധനത്തിന് എവിടെ നോക്കിയാലും കാണാൻ പറ്റില്ല. ഇത് ഇവരുടെ സ്വഭാവം തന്നെയാണ്. ഇനിയും തിരിച്ചറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ജയ് വിളിക്കുന്ന, അവര് ഭയങ്കര അവരുടെ ഫാൻസായി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ തിരിച്ച് പണി കിട്ടിയിട്ടേ ഉള്ളൂ. ഇനി ഈ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും, അതായത് അവരെ താങ്ങി പിടിച്ച് നിൽക്കുന്ന ആൾക്കാർക്കും പണി കിട്ടുക തന്നെ ചെയ്യും. ഒരു കണക്കിന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രേണുസുധീനെ ഒരു കാരണത്തിലും ഒരു തരത്തിലും നമുക്കിവിടെ ന്യായീകരിക്കാൻ പറ്റില്ല. അതുപോലത്തെ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ബിഷപ്പ് ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. തങ്ങളുടെ സ്ഥലം, അതായത് ബിഷപ്പിന്റെ സ്ഥലം ഇവിടെ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കുക. അതിന് എത്ര കാശാണോ വരുന്നത് അത് അവരുടെ നിന്ന് വാങ്ങിച്ചെടുക്കുക. അത് തന്നെയാണ് ഇവിടെ വേണ്ടത്. കാരണം നമ്മളെ ഇത്രയും ഒരു സഹായം ചെയ്ത വ്യക്തിയെ ഇത്രയും അവഹേളിക്കുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെയാണ് നോക്കി നിൽക്കുന്നത്? അതായത് അഭിമാനമുള്ള ഒരു മനുഷ്യനും അത് കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. റിയാക്ട് ചെയ്യണം. എനിക്ക് ഈ ഒരു ന്യൂസ് കണ്ടപ്പം, ഓൾറെഡി ഈ ഒരു ലൈവ് കണ്ടപ്പം എനിക്ക് തോന്നിയിരുന്നു അവർ ലൈവാണ് ഇട്ടതെന്ന് തോന്നുന്നു. ലൈവാണോ ഇനി വീഡിയോ ആണോ, ഒരു റീലായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഇത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഇതിന് പിന്നാലെ എന്തായാലും ബിഷപ്പ് രംഗത്ത് വരുന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. അയാൾക്കെതിരെ ഒരുപാട് പേര് വിമർശനങ്ങൾ കൊണ്ട് വരുന്നുണ്ടെങ്കിലും രേണുസുധി ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം രേണുസുധിക്ക് നല്ലത് മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. 10 സെന്റ് സ്ഥലമൊക്കെ ഒരാൾ ദാനം തരിക എന്നുണ്ടെങ്കിൽ അത് അത്രയും വലിയ മനസ്സുള്ള ആയതുകൊണ്ട് തന്നെയാണ്, അല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എനിക്ക് ഈ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അത് മാത്രമാണ്. കാരണം ഒരു മനസാക്ഷിയുള്ള ആൾക്കാരല്ലേ, ഒന്ന് ചിന്തിച്ചൂടെ? എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.